ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ എഗ് സാൻഡ്വിച്ച്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ നോക്കാം. എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പെപ്പർ പൗഡർ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലിട്ട് ഈ എഗ്ഗ് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ആയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ എഗ് സാൻഡ്വിച്ച്. ഇതുപോലെ നമ്മൾ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നന്നായിട്ടത് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സവോള ചേർത്ത് കൊടുക്കാം. ഞാനിത് ചെറുതായിട്ടാണിത് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ 1/2 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുത്തേക്കുന്ന മയോണൈസാണിത്. ഈ മയോണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 1 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മയോണൈസിൻ്റെ റെസിപ്പിയാണിത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മയോണൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയി നോക്കിയത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഈ മയോണൈസ് ഈ മിക്സും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ 1 സ്പൂൺ മയോണൈസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നമുക്ക് 1 സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പം തന്നെ ഫ്രഷായിട്ട് റെഡിയാക്കിയ മയോണൈസാണ്. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളിത് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കുള്ള യൂസിന് അപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് മയോണൈസ്. അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ പീസിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് പീസിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു സാൻഡ്വിച്ചും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ 2 സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. കണ്ടോ? ഒരുപാട് സമയമൊന്നും വേണ്ട. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്